ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ സമയം 7:20 രാവിലെ. നമ്മൾ എല്ലാവരും എണീച്ചു. ബേസിക് ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടിപൊളി വ്യൂ, നമ്മുടെ അടുത്ത് ബാൽക്കണി നല്ല വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ബാൽക്കണി തുറന്നു കാണിച്ചു തരാം. ഞാനെണ്ണില്ല. തുറക്ക്. കാലത്തെ തന്നെ നേരം വെളുക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? ഗ്ലാസ് ഒക്കെ ഫ്രോസ്റ്റ് ആയിരിക്കല്ലേ. Oh my god. This is unbelievable. Sunrise അല്ലേ അത് കൂടെ. A few hours later. ഹലോ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ എണീച്ച് റെഡി ആയി. ഇപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് ആക്ച്വലി ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല. അവിടെ അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് പാസുകളും പിന്നെ 1-2 ടൗണുകളും ഉണ്ട് കവർ ചെയ്യാനുള്ളത്. അപ്പം അതാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാത്രിത്തെ സ്നോ ആയിട്ട് പെയ്തോന്ന് അറിയില്ല, ഫ്രീസ് ആയതെന്ന് തോന്നുന്നു. സ്നോ ആയിട്ട് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അതാണ് ഈ സ്റ്റേൻ്റെ ഔട്ട്ഡോർ. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന മാതിരി ഇവർ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ തന്നെ ഫ്രണ്ടിലുള്ളത് ഒരു ബാറാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ചെക്കിൻ ചെയ്യാൻ വന്നപ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാരും വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് എത്തിയത്. എന്നാലും എനിക്കൊന്ന് സമ്മർ ടൈമിൽ നല്ല വൈബുള്ളൊരു സ്ഥലമായിരിക്കും. ഒരു കാസലൊക്കെയാണ് ഇതിന്. ഇത് കാണുന്നതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് പറുദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അതാ പറഞ്ഞത്, അങ്ങനെ സ്ലിപ്പായ അതിന്റെ ഉള്ളിക്ക് പോകുന്നു. തിരിഞ്ഞു നോക്കൂ ഗൈസ്, ഞാൻ യൂട്യൂബ് വീഡിയോന് ഇടാനുള്ള സാധനങ്ങളാണ് എടുത്തോണ്ടിരിക്കുന്നത്. So cool and so elegant. Just looking like a wow. അങ്ങനെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് മാറോ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചില്ല. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ വിൻമേർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബോണസ് ഓൺ വിൻമേർ എന്നാണ് ഈ ഏരിയയുടെ പേര്. ഇത് നിങ്ങൾക്ക് കാണാൻ അറിയാം, ബാക്കി നമുക്ക് കാണാൻ പറ്റും. അടിപൊളി ഒരു ലേക്കും. It was at this moment that he knew. ഇവിടം വരെ വന്നിട്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വന്നിട്ട് ചുമ്മാ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നത്.
ബാത്റൂം ടാപ്പ് ചെയ്തിട്ടില്ല. അപ്രൂവ്ഡ്. ഞാൻ മുഴുവൻ എടുത്തു. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോരാ ചക്ക അവിടുന്ന്. English alphabets. യെസ്, നമ്മളപ്പോൾ ഗ്രാസ്മർ എന്ന ടൗണിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ആംപ്ലിഫൈഡ് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ടൗൺ, സ്മോൾ ആൻഡ് എങ്ങനെ പറയുന്നത്, ഫുൾ മഞ്ഞുമലകളാണ് ഫുൾ ചുറ്റിയിരിക്കുന്നത്. ഇത് ചെറിയൊരു മഞ്ഞ് മനുഷ്യനാണ്. ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റഡ്. Let's go to next stop. India, we need to get some food, heavy carbo food. അയാൾ മഞ്ഞ് മനുഷ്യൻ്റെ അതിൽ കൺസ്യൂം ആരെങ്കിലും അറിയണല്ലോ. ഇവിടെ ഇന്നലെ മഞ്ഞ് കഴിക്കും. കാണിക്കേ വീട്ടിലല്ല കേട്ടോ, വെള്ളം Mala for you guys. Thank you. ഇങ്ങനെ പൊട്ടിക്ക് ബ്രോക്കൺ അല്ല എറിഞ്ഞുടക്കി തേങ്ങ ഉടക്കുന്നത്. എനിക്ക് വേണ്ട. ചലോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒന്നും കാണില്ലായിരുന്നു. അപ്പൊ നമ്മള് മേടിച്ചിട്ടുള്ള ഫഡ്ജാണിത്. ഇത് ക്ലോട്ടഡ് ക്രീം ഫഡ്ജാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റില് ഫേമസ് ആയിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന് മിന്റ് കേക്ക്സും പിന്നെ ഒന്ന് ഈ ഫഡ്ജും. അപ്പൊ നമുക്ക് ആർക്കും മിന്റ് കേക്ക് ഇഷ്ടമില്ലാത്ത കാരണം നമ്മള് ഫഡ്ജ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിനൊരു നല്ല മണം. മിൽക്കല്ല, പക്ഷെ മിൽക്ക് ചീഞ്ഞ കുറച്ച് മണമുണ്ട്. ശരിയാ, പാല് ശരിയാ. ഭയങ്കര മിൽക്കി സ്മെല്ലാണ് ഇതിനുള്ളത്. എനിക്കൊരു പൊട്ട് തരുമോ? ഇവര് ഉമ്മ പറയുന്നത് തരുന്നില്ലല്ലോ. ഒരു പൊട്ട് കൊടുക്കൂ. നമ്മുടെ പശുമുട്ടായൊക്കെ ഇല്ലേ, എന്റെ ഡാഡിയുടെ സ്വഭാവം ഞാൻ എടുക്കുവേ. എന്റെ ഡാഡി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. അതിന്റെ ടേസ്റ്റ് ആണ്. പശുമ്പ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ടോഫി മാതിരി. ഇല്ലേ, പശുമുട്ടായി പോലെ ഇല്ലേ? അണ്ണാൻ ഉണ്ടാക്കി. അണ്ണാൻ തന്നെയല്ലേ? I feel like കുഞ്ഞേലി.
എരിയുന്നു നന്നാന്നു. യെസ്, വേറെ ആൾ സ്നോമാൻ ഉണ്ടാക്കുന്നു, വേറെ ആൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു. കഷ്ടപ്പെട്ട് തണുപ്പത്തെത്തിയിട്ട് വാട്ടർ റെസ്റ്റിംഗ് അമ്മ, റെസ്റ്റ് ഇൻ പീസ്. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നീ ആരാ ശില്പ? അല്ല, നീ ആരാ എഴുത്തച്ഛൻ? മലയാളത്തിൽ പറഞ്ഞാൽ തച്ചൻ, പെരുന്തച്ചൻ. ഹിന്ദിയിലായാൽ ബച്ചൻ, അമിതാഭ് ബച്ചൻ. പെരുന്തച്ഛനോ? വല്ലാത്തൊരു കൂത്തായല്ലോ. താറാവ് മാത്രം കണ്ട പോലെ ആ, അതാ സ്നോമാൻ. സ്നോമാൻ വന്നിരിക്കുന്നു മക്കളെ. എന്താ അത്? അയ്യേ, പൂരസില്ല. വലുതാവത് തലയിൽ വെച്ചോട്ടെ. കേരളത്തിൽ അത് ലേഡി സ്നോ ഗേൾ ആണ്. ദിസ് ഈസ് എ സ്നോ ഗേൾ ഗായ്സ്. ഇന്ന് ചെമ്പരത്തി. കേരളത്തിൽ വന്നതാറില്ല. ദിസ് ഈസ് എ മാഡ് സ്നോമാൻ. സ്നോമാൻ അല്ല, സ്നോമാൻ. ഒരു സൈഡിൽ അതാ പറഞ്ഞു. കണ്ടാ? അപ്പൊ കണ്ടേ കണ്ണിന് എന്ത് ചെയ്യുന്നറിയോ? കണ്ണിന് 2 കമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. അതന്നെ ചെയ്യണേ. അതാണ് ഗായ്സ് ലോകത്തിലെ ആദ്യത്തെ നമ്മൾ റൈനോസ് പാസ് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോഡിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര മോശമാണ്. നമ്മുടെ ഫുൾ കംപ്ലീറ്റ്ലി ഐസ് കവർ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല നമ്മളിപ്പം വണ്ടി ഇവിടുന്ന് തിരിക്കാന്നുള്ള പ്ലാനിലാണ്. കാരണം നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ നടക്കില്ല. കാരണം ഭയങ്കര റിസ്ക്കാണ്. നമ്മളിവിടുന്ന് മെല്ലെ തിരിച്ചിട്ട് ബാക്ക് ടു ആംബർഡെയിൽ, അതാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ പദ്ധതികൾ ഏറെക്കുറെ പാസുകളുടെ പദ്ധതികൾ പൊളിഞ്ഞിട്ടുണ്ട്. ബിക്കോസ് റോഡിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിൻ്റെ വിധി. അവസ്ഥ അറിയില്ല എന്ന് പറഞ്ഞ പോലെ റോഡ് കംപ്ലീറ്റ്ലി ഐസിൽ മൂടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അതേ കൂടി നമ്മുടെ വണ്ടിയിൽ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ടയർ കടന്ന് സ്കിഡ് ചെയ്യാം. ഇപ്പം തന്നെ ഇപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ ഓൾമോസ്റ്റ് ഐസിലൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കവറായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ നമ്മൾ കാണുമ്പോൾ അറിയാലോ. അപ്പം നമ്മൾ വി ഡിസൈഡഡ് നോട്ട് ടു ഗോ എനി ഫർദർ. അപ്പം നമ്മൾ തിരിച്ചു പോയി റേഞ്ച് കിട്ടുന്നൊരു സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുന്നതായിരിക്കും. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി പോത്ത് വല്ല കറുത്ത കുറുക്കമ്പലിയേക്കാം. തണുപ്പുണ്ടെങ്കിലും ഇപ്പോൾ സണ്ണി. ഈ ടൗണിന്റെ
പേര്. ഇപ്പൊ നമ്മള് ഡേവൻ പോർട്ട് സ്ട്രീറ്റിലാണ്. അല്ല, സ്റ്റോക്ക് ഓൺ ട്രെൻഡ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് ഓൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് ട്രെൻഡാണ് നാട്ടിലെന്ത് ട്രെൻഡ്? സ്റ്റോക്ക് ഓൺ ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിലെ മന്തി കഴിക്കാൻ വേണ്ടി നമ്മൾ മന്തിയാണോ? അഫ്ഗാൻ പുലാവ് മന്തി. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിന്റെ ഒപ്പം സ്റ്റോക്ക്. ഈ സ്ഥലം നോക്കി, ഈ ലെഫ്റ്റിലത്തെ വീട് രസമുണ്ട്. ബാക്കി പഴയ കുറച്ച് ഓഡ് ഫീലിംഗ് ഉണ്ട് അല്ലേ? ഭയങ്കര ഹൈറ്റ് പോലില്ല നോക്കി ആട്ടോ. നിങ്ങൾക്ക് അതാണ് പണ്ട് ഹൈറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു പേടിയുണ്ട്. അന്നത്ര ഇതില്ലല്ലോ, ടെക്നോളജി ഇല്ലല്ലോ. ഞാൻ കാണിച്ചെടുത്ത്. അതിന് സനക്കാക്കും അതിന് ഉത്തരവാദി അല്ല. ഞാനെന്ത് ചെയ്യൂ? അതിന് ഞാൻ വിചാരിച്ചത് ഈ ഉറങ്ങരുത്, അത്ര ക്ഷീണുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഡേ 3 കടന്നിരിക്കുന്നു. യെസ്, നമ്മൾ ഇന്നലെ ട്രിപ്പ് അവസാനിപ്പിച്ചത് നമ്മള് പാർക്ക് സൈഡിന്റെ അവിടുന്ന് ലേക്ക് ഡിസ്ട്രിക്റ്റിന്റെ അവിടുന്ന് നമ്മള് മാഞ്ചസ്റ്ററിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. പിന്നെ അവിടുന്ന് നമ്മള് നേരെ ബർമിംഗ്ഹാമിൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ബർമിംഗ്ഹാമിൽ സീനാൻറ്റിയും സാജിദ് അങ്കിളും അച്ചും കിച്ചും അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയി. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നമ്മൾ രാത്രി അവിടെ സ്റ്റേ അടിച്ചു. ഞങ്ങൾ വ്ലോഗ് ചെയ്യാൻ പറ്റും. വളരെ നഷ്ടമായിരുന്നു. ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. ക്വാളിറ്റി. അങ്ങനെ നമ്മളവിടെ രാത്രി സ്റ്റേ ചെയ്തു. ഒരു അടിപൊളി സിനിമ കണ്ടു. 12th ഫെയിൽ. നല്ല സിനിമ. യെസ്, ഫുഡ് കിഡിലോസ്കി ആയിരുന്നു. ഹമ്മൂസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, സലാഡ്സ് ഉണ്ടായിരുന്നു, മട്ടൻ ഗോശ് ഉണ്ടായിരുന്നു. അത് പറയാനാണോ നമ്മൾ ഇവിടെ? ഓക്കെ, അങ്ങനെ അപ്പൊ നമ്മുടെ അടുത്ത് സാജിദ് അങ്കിളും സീനാൻറ്റിയും നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ബർമിംഗ്ഹാം ഒരു അടിപൊളി അഫ്ഗാൻ പുലാവ് കിട്ടുന്ന പറഞ്ഞിട്ട്. ഇതെന്താ സ്ഥലത്തിന്റെ പേര്? അഫ്ഗാൻ പാലസ്, സ്റ്റോക്ക് ഓൺ ട്രെൻഡ്. അപ്പൊ ബർമിംഗ്ഹാമിന്റെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് 45 മിനിറ്റ്സ് അല്ലേ? 52 മിനിറ്റ്സിന് ദൂരമുണ്ട്. ഓക്കെ, അവരെത്തിയിരിക്കുകയാണ്. അവരെത്തിയിരിക്കുകയാണ്. അവരൊക്കെ അങ്ങനെ വൈകാതെ തന്നെ സീനാൻറ്റി പുറത്ത് ഇതൊന്നും വരത്തില്ലല്ലോ. ഇത്തിരി മടിയില്ല കാശ്. എനിക്ക് തണുത്തിട്ട് ആരെങ്കിലും വന്ന കാശിനൊപ്പം മടി. അതിലും വലിയ പണിയാണ് ഞങ്ങൾ തരുന്നത് ഇപ്പൊ സീനാൻറ്റി. ഇതൊക്കെ യൂട്യൂബിൽ വരും. അപ്പോൾ അഫ്ഗാൻ പാലസിലെ പുലാവ് അടിപൊളിയായിരുന്നു. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, കാബുളി പുലാവ്. അപ്പോൾ ഞങ്ങളതൊക്കെ ഓർഡർ ചെയ്തു എല്ലാവർക്കും. പിന്നെ ഇതിനൊപ്പം വേറൊരു സ്പെഷ്യൽ സാധനം കിട്ടണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാലും സ്പിനാച്ചും ദാലും പിന്നെ ഞങ്ങളൊരു ലസ്സി ഓർഡർ ചെയ്തു. എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ 45 മിനിറ്റ്സിൻ്റെ ട്രാവൽ വർത്തായിരുന്നു. ദാൽ റൊട്ടിയിലെ ദാലും സ്പിനാച്ചോ വിത്ത് ദാൽ. ഫുഡ് പൊളി പൊളി.
smacking good. Lips smacking good. മിൽക്ക് ചോക്ലേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അതിന്റെ ഫോട്ടോ. ആഷിക്ക് പറഞ്ഞത് ഭംഗിയുണ്ടോ? പറ. കുടിച്ചോ? പാഷൻ ഫുഡ് കുത്തലാണോ? ടേസ്റ്റ് ഉണ്ട്, കുറെ കാലമായിട്ട് കഴിക്കാത്തൊരു ടേസ്റ്റ്. അടിപൊളി. ഞാൻ പെട്ടെന്ന് ട്രോപ്പിക്കൽ ഐലൻഡ്സിൽ പോയ പോലെ ലൈക്ക് എനിക്ക് കല്ലടിക്കോട് അടുക്കളയിൽ പോയ പോലെ തോന്നി. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിടത്തിന് സമാപിച്ചു.